ഇക്കാര്യത്തിൽ ഉണ്ണിസാർ ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ പറഞ്ഞ ആ വാക്ക് വൈകിട്ട് പറയേണ്ടി വരും എന്നുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് ആ വാക്കിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. ശബ്ദായമാനമായിരുന്നു ഇന്നത്തെ വാർത്താ ദിവസം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് ശബ്ദായമാനമായ ദിവസമായിരുന്നു. ഗവർണറെ കൊണ്ടുള്ള അല്ലെങ്കിൽ ഗവർണർ അവിടെ നടത്തിയ പ്രസംഗമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ വിഷയമായി അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിൽ അതേക്കുറിച്ച് വിശദമായി പറയാം. ഗവർണർ പറഞ്ഞ പ്രസംഗത്തിന്റെ ഉള്ളടക്കമോ ഒന്നും വേണ്ട രീതിയിൽ ചർച്ചയായിട്ടില്ല. കരിങ്കൊടി എട്ടിടത്ത് കാണിച്ചതും വലിയ രീതിയിൽ ചർച്ചയായില്ല. എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും തുടർ നടപടികളും സംബന്ധിച്ചുള്ള വാർത്തകളിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഉണ്ണി സാർ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ്. ഇക്കാര്യത്തിൽ അറസ്റ്റ് ആരുടെ രാഷ്ട്രീയ ബുദ്ധിയാണ് എന്ന ഒരു ചോദ്യം അവിടെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ ബുദ്ധി ഇതിന് പിന്നിലുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനമെടുത്ത ഒരു രാഷ്ട്രീയ ബുദ്ധി, അത് നടപ്പാക്കാനായി നേതൃത്വം കൊടുത്തത് ADGP MR അജിത് കുമാർ ആണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ ബുദ്ധി പ്ലസ് പോലീസ് ബുദ്ധി ഇത് രണ്ടും പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അടൂരിലെ വീട്ടിൽ 20 ദിവസം ഉണ്ടാകാതിരുന്ന തിടുക്കം ഇന്നുണ്ടായതും ഇന്ന് രാവിലെ ആ അറസ്റ്റ് സംഭവിച്ചതും. അത് വളരെ യാദൃശ്ചികമായി ഇന്ന് പുലർച്ചെ രാഹുലിനെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതാകാനുള്ള വഴിയില്ല. കഴിഞ്ഞ 20 ദിവസം ആലോചിച്ചിട്ടുണ്ടാകാം, ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ടാകാം. കോടതിയിലെത്തുമ്പോൾ ജാമ്യം കിട്ടാത്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് കൃത്യമായി തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്തത് എന്നതും വ്യക്തമാണ്. ഇവിടെ ഭരണകൂട ഭീകരത എന്ന കോൺഗ്രസിന്റെ വാദം അത് നിലനിൽക്കുമോ എന്ന ചോദ്യത്തിൽ എനിക്കും ഒരു സംശയമുണ്ട്. കാരണം ഒരു ഭരണകൂട ഭീകരത എന്ന് പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിയാത്ത ചില എലമെന്റ്സ് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അതിന് മാത്രം എന്താണ് അവിടെ ചെയ്തത്? കൃത്യമായ എവിഡൻസ് ആ ദൃശ്യങ്ങൾ 20-ാം തീയതി സമരം നടക്കുമ്പോൾ നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തതാണ്. എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ കേസ് ഡയറിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഈ പട്ടികയെടുത്ത്, അതായത് അവരുടെ കൊടികൾ കൊണ്ടുവന്നത്, അതോടൊപ്പം തന്നെ ചെറിയ വടികൾ, അതുപോലെ പട്ടിക, ഇതെല്ലാം ഉപയോഗിച്ചുള്ള അടി അവിടെ നടന്നിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചത്. അപ്പോൾ അവിടെ നിയമം നടപ്പാക്കി എന്ന വാദത്തിന് ഭരണകൂട ഭീകരത എന്നതിനേക്കാൾ മേൽക്കൈ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി എന്റെ നിയമവാഴ്ചയാണെന്നാണ് നമുക്ക് പറയാൻ കഴിയും. അതെ, നിയമം നടപ്പാക്കിയിരുന്നു. പക്ഷേ ആ നിയമം നടപ്പാക്കിയതിനകത്ത് ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. സാധാരണ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിടുക്കം അതിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഭീകരത എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാമോ, അത്രമാത്രം പ്രാധാന്യം അതിനുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇക്കാര്യത്തിൽ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് നമുക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത്. വിജയൻ കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയാണ്. സമരവേളയിലും അത് തന്നെയാണ് കണ്ടത്. അപ്പോൾ രാഷ്ട്രീയമായി ഈ അറസ്റ്റിനെ അടക്കം ഉപയോഗിക്കുക എന്ന യൂത്ത് കോൺഗ്രസിന്റെ താല്പര്യം ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ റോഷിപാൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്. നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത വാർത്തയാണ്. അതിൽ ഒരു പ്രതിച്ഛായ പ്രതിസന്ധിയിലേക്ക് പൊടുന്നനെ കൂപ്പുകുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്. രാഹുലിന് തന്നെ അത് ആ ചർച്ച ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവരെയും വിളിക്കുകയും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷയത്തിൽ. അതിൽ നിന്ന് പൊടുന്നനെ ഒരു പ്രതിച്ഛായ കൂടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രതിച്ഛായ നിർമ്മിതി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ചാർജ് എടുത്ത ദിവസങ്ങൾക്കകം ഈ ഒറ്റ സമരത്തിലൂടെ രാഹുലിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് അത് രാഹുലിന്റെ കൂടി ഒരു ബുദ്ധിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇക്കാര്യത്തിൽ നാളെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ പോവുകയാണ്. ഒരു നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ സമരാഗ്നി ഫെബ്രുവരി 9-നാണ്. അതിനു മുമ്പുള്ള ഒരു അടുപ്പുവെട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിന്റെ തുടർച്ചയാണ് നാളെ കാണാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും വാദം അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഗൂഢാലോചന ഏത് തലത്തിൽ നടന്നു എന്നതാണ് അവർ പറയേണ്ടത്. പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന രാഹുലിന്റെ വെല്ലുവിളി, അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്പ്ലേ മുഴുവൻ അവരുടെ കൂടി ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ അവരുടെ കൂടി ഒരു സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റുമാണോ എന്നതും അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇക്കാര്യങ്ങളെല്ലാം ഈ രണ്ട് വിഷയങ്ങളും രണ്ട് അഭിപ്രായങ്ങളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകീയ അറസ്റ്റ് അതൊന്നും നാടകീയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പുലർച്ചെ വീട്ടിൽ കയറി ആദ്യമായി അറസ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഈ പുലർച്ചെ വീട്ടിൽ കയറി അമ്മയ്ക്കറിയാം രാഷ്ട്രീയ നേതാവാണെന്ന്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമായിരിക്കാം, നിയമസഭയിലേക്ക് മത്സരിക്കുമായിരിക്കാം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായി വളരാനുള്ള ഓരോ പടികൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അറസ്റ്റും സമരവും ഇതെല്ലാം സ്വാഭാവികമായി അതിനൊപ്പം ഉണ്ടാകുമെന്ന് അറിയാവുന്നവരാണ് കുടുംബാംഗങ്ങൾ എന്നതാണ് എൻ്റെ പരിമിതമായ ബോധ്യം. അപ്പോൾ അതിൽ ആ ഒരു വാദത്തോടും എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നത് ഇതിൽ പരിശോധിക്കപ്പെടേണ്ട ഈ പിന്നിലുള്ള പ്രതികാര ബുദ്ധിയെക്കുറിച്ച് ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ. അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് പിണറായി വിജയന്റെ തീരുമാനം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആരോപണം അതിൻ്റെ ഒരു വസ്തുത പരിശോധിക്കണം. പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ, നേരിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ട് ADGP MR അജിത് കുമാർ വഴി ഇക്കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തതാണോ? ആ ഒരു വാദമാണല്ലോ, ആ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ്.
നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ച് 20-ാം തീയതി, അപ്പോൾ കറക്റ്റ് 20 ദിവസം, ഇന്ന് 9-ാം തീയതിയാണ്. 20-ാം നാളിലാവുമ്പോഴാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത്. രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞ്, ഇടയ്ക്ക് പനിയൊക്കെ ആയിരുന്നു, ആശുപത്രി വാസമൊക്കെ കഴിഞ്ഞ് മറ്റു പല പരിപാടികളിലും ആക്റ്റീവായി നിൽക്കുമ്പോഴാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത്. ഇതിനിടയിൽ സംഭവിച്ച വൈദ്യപരിശോധന ഇന്ന് കോടതിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രധാന എലമെന്റായി മാറിയത് ഈ വൈദ്യപരിശോധനാ ഫലമാണ്. ജാമ്യം നിഷേധിക്കുന്നതിൽ പ്രധാന കാരണമായി മാറിയതും ഈ വൈദ്യപരിശോധനാ ഫലമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ രാഹുലിന് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുമോ എന്നതൊക്കെ നമ്മൾ ഉറ്റുനോക്കിയതാണ്. ഇതിൽ ആദ്യം പതിവ് രീതിയിൽ ജനറൽ ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോകുന്നതെങ്കിൽ ആ വൈദ്യപരിശോധന ഫോർട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ പരിശോധനയിലേക്ക് വരുന്നത്. ഇതിൽ ആദ്യത്തെ മൂന്ന് പ്രതികൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള 3 MLA-മാരാണ്. 4-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ കേസിൽ, ഈ സംഘർഷത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഒരു പ്രോമിനന്റ് ഫിഗർ എന്ന് പറയുന്നത്. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്, തെറ്റാണെങ്കിൽ തള്ളിക്കളയാം. രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ പ്രതിച്ഛായ നഷ്ടം മറികടക്കുന്നതിനായി രാഹുലിന് കിട്ടിയ ഒരു സഹായമായി കൂടെ ഇത്? രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ ഒരു ഹീറോയിക് ഐക്കൺ എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് വ്യാജരേഖയുണ്ടാക്കിയ, തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച സംഘത്തിന്റെ അടുപ്പക്കാരനാണ് എന്നതിൽ നിന്ന് പെട്ടെന്ന് ഹീറോയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാദവും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ള വാദമൊന്നും നിലനിന്നില്ല, അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടിയില്ല. ഇക്കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. അത് ഏത് പാർട്ടിയായാലും ഏത് സമരമായാലും പൊതുമുതൽ നശീകരണത്തിന് നേരിട്ടും അല്ലാതെയുമുള്ള ഉത്തരവാദിത്തം ഈ സമരം നടത്തുന്നവർക്കുണ്ട് എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന ഒരു അഭിപ്രായം അതാണ്. ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്, അതിപ്പോൾ ഞാനായാലും നമ്മൾ ആരായാലും, അതല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായാലും, പൊതുമുതൽ നശിപ്പിച്ചാൽ അവർ നിയമപരമായ നടപടികൾ നേരിടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് രാഹുലിന്റെ ആരോപണമാണ്, പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. Meet the editors.